എടോ, ഏതൊരു ഹെന്ന ആർട്ടിസ്റ്റിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. എൻ്റെ ലൈഫിലെ അൺഫോർഗറ്റബിൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് എനിക്കൊരു ധാരണയും ഉണ്ടായില്ല, എങ്ങനെ മെഹന്തി ഇടണം, ഏത് ഡിസൈനാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഐഡിയയും ഉണ്ടായിട്ടുണ്ടായില്ല. അങ്ങനെ ഞാനെന്ന് വർക്കിന് പോകുന്നത് എൻ്റെ സ്വന്തം സിസ്റ്ററിൻ്റെ കൂടെയാണ്. ആളുടെ കൂടെ ഞങ്ങളുടെ മയിൽ വാഹനത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആൾ ഡ്രൈവറും ഞാൻ ആർട്ടിസ്റ്റും, അങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ. അങ്ങനെ എൻ്റെ ആദ്യത്തെ വർക്കിൻ്റെ ലൊക്കേഷൻ എത്തി. വീട് കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് പുതിയ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുവരുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസിലെ ആ എക്സ്പീരിയൻസും ആ ഫീലിംഗ് ആയിരുന്നു എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നത്. ആ കസ്റ്റമറിൻ്റെ വീട്ടിലാണെങ്കിലോ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ എങ്ങനെ ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പം എങ്ങനെ ഇരിക്കണം, എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ ഞാൻ വർക്കിന് പോവുകയാണ്. നേരെ പോയി ബ്രൈഡിനെ ബെഡിലിരുത്തി ഞാൻ നേരെ ബ്രൈഡിനെ ഫേസ് ടു ഫേസ് ആയിട്ടൊരു ചെയർ ഇട്ടായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ആളൊരു ഡിസൈൻ തന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിലെ കിളിയെല്ലാം പോയി ഗൈസ്. എന്തോ ഒന്നും പറയാനും പറ്റില്ല, വർക്കും എടുത്തുപോയി. പിന്നെ പണ്ട് മുതൽ ചാലഞ്ചസ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആ വർക്ക് നല്ലതുപോലെ കംപ്ലീറ്റ് ചെയ്തു. അന്ന് ഞാൻ ഇത്രയും നന്നായിട്ടൊന്നും ഇടുന്നില്ലായിരുന്നു ഗൈസ്, സത്യം പറയാലോ. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 6 hours എങ്കിലും എടുത്താണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ എൻ്റെ ആദ്യത്തെ വർക്ക് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയതായിരുന്നു ബോഡി പെയിനും പുറം വേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആകെ അന്ന് വശക്കേടായ ഗൈസ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ചെയ്യാത്ത പണി ചെയ്യുമ്പോൾ ബോഡി പെയിനൊക്കെ എടുക്കും. അന്ന് എനിക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അന്ന് ആ പൈസ കിട്ടുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ഇന്ന് ഈ നിലയിലോട്ട് എത്താൻ പറ്റുമെന്ന് തന്നെ. അത് എനിക്ക് എങ്ങനത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ബോഡി പെയിൻ ഉണ്ടെങ്കിലും നമ്മൾ അധ്വാനിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് പൈസ കിട്ടുമ്പോഴുള്ള സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് സ്വന്തം പൈസയ്ക്ക് സാധനം വാങ്ങിച്ചു ഗൈസ്. ആസ് എ മെഹന്തി ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് അസ്. ലെറ്റ്സ് സൈൻ ഓഫ്. മെഹന്തി ആർട്ടിസ്റ്റ് കോട്ടയം. ബൈ.